നമ്മളിപ്പോ ഉള്ളത് മത്തേരാനിലാണ്. നമ്മുടെ കൂടെ ഒരു സുന്ദരി സുമുഖിയായിട്ടുള്ള ബിഗ് ബോസ് താരം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയപ്പെടുന്നു, പക്ഷെ ഇവര് കണ്ടിട്ടില്ല. രണ്ടാഴ്ച ഔട്ടായി പോയില്ലേ, പിന്നെ എങ്ങനെ കാണാനോ? ചെന്നിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണം. ഹലോ ഗൈസ്, വെൽക്കം ടു RJ Pinsey's യൂട്യൂബ് ചാനൽ. ഞാനൊരു ബ്ലോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പിന്നെ ഓർത്തു ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാണ്. ഇപ്പൊ നമ്മള് 2 ദിവസമല്ല 24 മണിക്കൂർ, കണക്കറിയത്തില്ല. ഓക്കെ, 24 മണിക്കൂർ നമ്മൾ ട്രെയിനിനകത്ത് ഇരിക്കുമായിരുന്നു. കൊച്ചിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അവിടെ നിന്ന് ഇപ്പൊ നമ്മള് മാത്തേരാനിൽ വന്നിരിക്കുകയാണ്. ട്രെയിനകത്ത് നിന്ന് ബ്ലോഗ് എടുക്കാൻ അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. പിന്നെ അവിടെ ഫുൾ നമ്മൾ എൻജോയ്മെന്റ് ആയിരുന്നു. സോ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഇവിടെ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ വന്ന് രാവിലെ ഒരു 10:11 മണിയൊക്കെ നമ്മൾ വന്നു. ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. ഇനി ഇവിടുന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. സാബുമാൻ ഉണ്ട്, ശൈത്യ ഉണ്ട്, പ്രവീൺ ഉണ്ട് എന്റെ കൂടെ. സോ കഴിച്ചിട്ട് വരാം ഗൈസ്. കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യാണ് ഞാൻ മാത്തേരാനിൽ വരണം എന്നുള്ളത്. സോളോ അടിക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ശൈത്യ വരുന്നത് ആഗ്രഹം പറഞ്ഞത്. പിന്നെ പ്രവീണായി, സാബുമാനായി, അങ്ങനെ ഞങ്ങൾ 4 കൂടെ ഇറങ്ങിയത്. അപ്പം ഏറ്റവും ബെസ്റ്റ് മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം മഴയുണ്ട്, ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. രാവിലെ നനഞ്ഞു, നല്ലപോലെ നനഞ്ഞു. അതൊക്കെ ഞാൻ പറയാം. ഇപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം കേട്ടോ. എന്റെ ഇടയ്ക്ക് സാബുമ ഭയങ്കര പോസ്റ്റാണ് ഗൈസ്. ഇവരാരും കാണുന്നില്ല. ഞാനിവിടെ ഒരുങ്ങി കുളിച്ച് കൂട്ടപ്പിയായിട്ട് കേളി ഹെയർ ഒക്കെ ചെയ്ത് ഇപ്പം മുടി ഉണങ്ങിയിട്ടില്ല. ഉണങ്ങി കഴിയുമ്പോൾ നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് മഴ വന്ന് പോകുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഫുൾ കുരങ്ങന്മാരാണ്. ഇവന്മാരൊക്കെ കുറച്ച് സീനാണെന്നാ പറയുന്നത്. ഞാൻ എവിടെ പോയാലും പൊതുവെ അങ്ങനെ നോൺ വെജ് വലുതായിട്ട് കഴിക്കുന്ന ആളല്ല. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വെജാണ്. സോ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇവന് നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ ഇനി കുറെ പേര് നമ്മൾ ഇടയ്ക്ക് ഹൈ ബൈ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് എല്ലാവരും പരിചയപ്പെടാനുണ്ട്. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പോവാം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്, ഷെർലറ്റ് ലേക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് വരുന്ന വഴിക്ക് നമ്മുടെ കൂടെ ഏകദേശം 45 ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഉള്ളത് മത്തേരാനിലാണ്. നമ്മുടെ കൂടെ ഒരു സുന്ദരി സുമുഖിയായിട്ടുള്ള ബിഗ് ബോസ് താരം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയപ്പെടുന്നു, പക്ഷെ ഇവര് കണ്ടിട്ടില്ല. രണ്ടാഴ്ച ഔട്ടായി പോയില്ലേ, പിന്നെ എങ്ങനെ കാണാനോ? ചെന്നിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണം. ഓക്കെടാ. അപ്പൊ ഇവന്മാരാണ് ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് അലമ്പന്മാരെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. സോ എന്തായാലും അവരാണ് ഗൈസ് ഇവർ. നല്ല ഭംഗിയുണ്ട് ശരിക്കും ഈ കാടിനുള്ളിൽ കൂടെ നടക്കാൻ. നീ അല്ല, ഞാൻ ഇങ്ങനെ സുന്ദരിയായിട്ട്. പക്ഷെ നമ്മൾ കേളി ഹെയർസ് ഒക്കെ പോയി ഇപ്പൊ മഴ കൊണ്ടിട്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കാടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. കുറച്ച് മഴയുണ്ട്, പക്ഷെ മഴ സഹിക്കാം. ഞാൻ ലേക്ക് കാണിച്ചു തരാവേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് കോടയാണ്, നല്ല മഴയുണ്ട്. എനിക്ക് ഇവരാണ് നമ്മുടെ കൂടെ ഉള്ള ആളുകള്. ഫോഗാണ് ഇവിടെ കാണാൻ. ടീം ഇവിടെ ഉണ്ട്. ബ്ലോഗ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ബ്ലോഗ് എടുത്ത് കുറെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊന്നും പറ്റുന്നില്ല, കാരണം നല്ല കാറ്റാണ്, നല്ല മഴയാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ റിവേഴ്സ് വാട്ടർഫോൾ കാണാൻ വേണ്ടി പോയി. ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇൻസ്റ്റാഗ്രാം എടുക്കണം, യൂട്യൂബ് എടുക്കണം, അപ്പോൾ കൺഫ്യൂഷൻ ആണ്. അതിന്റെ ഇടയ്ക്ക് തീരുമാടിയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. എൻ്റെ അമ്മോ, ഹെവൻ. റിവേഴ്സ് വാട്ടർഫോൾ ഒന്ന് മേത്തോട്ട് വീഴുന്ന സമയത്ത് നമ്മൾ ശരിക്കും ലൈഫിൽ ഇത്രയും നല്ലൊരു മഴ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഇരുന്നൊരു സ്ഥലമാണ് മഴ. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് മഴ, നനയാൻ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ പോലെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു, മഴ കാണണമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോരാ, എന്തിനാ വല്ല സ്ഥലത്തും പോകുന്നത്. പക്ഷെ അത് ഫണ്ണായിട്ട് ചോദിച്ചായിരിക്കാം മേ ബി. പക്ഷെ ഈ മഴ നിങ്ങൾ കാണണം, ഇവിടുത്തെ മഴ. നമ്മളങ്ങനെ ലേക്ക് കണ്ടു, പിന്നെന്താ കണ്ടത്, റിവേഴ്സ് വാട്ടർഫോൾ കണ്ടു. ഇപ്പൊ നമ്മള് എക്കോ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. അതെന്തത്? ഓക്കെ, എനിക്ക് പേരറിയത്തില്ലെങ്കിൽ നമ്മൾ കണ്ടു. ഇവരെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഉത്തരവാദിത്വം ഉള്ളവരാ. അതെ. നിങ്ങൾ എത്ര വർഷം ഈ പരിപാടി തുടങ്ങിയിട്ട്? ഇവരാണ് കേട്ടോ നമ്മളെ കൊണ്ടുവന്നത്. ട്രാവലൂസ്. ഞാൻ ശരിക്കും പേരിട്ടപ്പോ ഞാൻ ട്രാവലൂസ് ലൂസ് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ അല്ല കേട്ടോ. അതെ അതെ അതെ, ഫുൾ വൈബാണ്. ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണെങ്കിലും അതേ വൈബാണ്. ഇതാണ് വൈബ്. ഞാൻ ഇനി കൂടുതൽ പറയണ്ടല്ലോ. നിങ്ങൾ എവിടുന്നാ ഗൈസ് വന്നത്? അമ്മോ, പാലക്കാട് നമ്മൾ ട്രെയിനിൽ വെച്ച് കുറെ പേരെ പരിചയപ്പെട്ടു കേട്ടോ. എല്ലാരും അടിപൊളി. പാലക്കാടുകാർ ഫുൾ പൊളിയാണ് കേട്ടോ. ഞാൻ നീലക്കുയില്. ഓക്കെ, ബൈ ഗൈസ്.
ഗൈസ് നമ്മൾ നടന്നു പോണ വഴിക്ക് ഇതുപോലെ കുറെ പേരെ കാണുന്നുണ്ട്. അന്ന് എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കണ്ടോ ഇങ്ങനത്തെ സ്ഥലമായത് കാരണം സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ താഴെ വീഴും. ഓക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ചാടി ഓടി അവിടെ വരെ പോകണമെന്നുണ്ട്. പക്ഷെ ഫുൾ ചെളിയാണ്, അതിന്റെ ഇടയ്ക്ക് കല്ലാണ്. സോ ഭയങ്കര റിസ്ക് ആണ് ഇതുവരെയുള്ള യാത്ര. എന്നാലും നമുക്ക് പോവാം, പോയി നോക്കാം. എക്കോ പോയിന്റ് കണ്ടിട്ട് വരാം. ശരിക്കും ഇതാണ് ഇവിടുത്തെ ക്രൗഡ്. നോക്കി ഗൈസ്, ഓൾമോസ്റ്റ് ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നിട്ടുണ്ട്. റെയിൻകോട്ടൊക്കെ നമ്മൾ ഊരി. ശരിക്കും മഴയെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഭ്രാന്താണ്, പണ്ട് തൊട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ഏതായാലും മഴ കാണാനായിട്ട് വരണം എന്നുള്ള ആഗ്രഹം ഫസ്റ്റ് ഡേ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തീർത്തിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു. ഇപ്പം ഞാൻ റെയിൻകോട്ടൊക്കെ ഊരി, നല്ല തണുപ്പുണ്ട്. അതിനെ നോക്കി കാടിന് നടുക്കോളം ഗൈസ്. വിഷ്വൽ എത്രത്തോളം ഭംഗി കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ മഴയായതുകൊണ്ട് ക്യാമറയൊക്കെ കുറച്ച് നനഞ്ഞിരിക്കുന്നുണ്ട്. ബട്ട് സീരിയസ്ലി കാടിന്റെ നടുക്കാണ്, ഭയങ്കര പീസ്ഫുൾ ആണ് ഇവിടെ. എന്തായാലും നിങ്ങൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണം. ആകെ കൂടെ 4500 രൂപയുള്ളൂ ഇവിടെ ഈ 3-4 ദിവസത്തെ ട്രിപ്പിനായിട്ട്. സോ ഇത് വന്ന് നിങ്ങൾ കാണണം, അതാണ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് ഫ്രഷ് ആയിരിക്കുകയാണ്. കുളിച്ചു, മഴയത്ത് ഓൾറെഡി കുളിച്ചതാണെങ്കിലും ഒന്നുകൂടെ കുളിച്ച് സെറ്റായതേ കോസ്റ്റ്യൂം ഒക്കെ മാറിയിട്ട് നമ്മളിപ്പോ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങാണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ സ്ട്രീറ്റ് ഫുഡ്സും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ, ബിക്കോസ് ഇതൊരു കുഞ്ഞി വില്ലേജ് ആണല്ലോ. സോ നമ്മൾ എന്തൊക്കെയാ ഇവിടെ ഉള്ളതെന്ന് കണ്ടറിഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ റേഞ്ച് ഇല്ല, നെറ്റ് ഇല്ല. സോ കയ്യിൽ ക്യാഷ് എടുക്കണം. ഞങ്ങൾ പിന്നെ ട്രെയിനിൽ വരുന്ന റിസ്ക് ആയതുകൊണ്ട് ഇത്ര ക്യാഷ് എടുത്തിട്ടുള്ളൂ. ബാക്കി ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഇവിടെ ഞാൻ ബാഗ് വാങ്ങി ഇങ്ങനെ സൈഡിൽ ഇടുന്നത്, അത് അടിപൊളിയാണ്. വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. സോ ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതിന്റെ വ്ലോഗ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾക്ക് ഏത് കടയിൽ കയറണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. എന്താവും ഏതാവും എന്നൊക്കെ നോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നപ്പോ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് ആവശ്യം വന്നു. ഞാൻ കാണിച്ചു തരാം, കയ്യിൽ ലൈറ്റ് ആയതുകൊണ്ട്. അതാ ഈ വളയൊക്കെ അവിടുന്ന് വാങ്ങിയതാണ്. ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾ കുറെ സാധനങ്ങൾ വാങ്ങി. എന്നോട് ശൈത്യം ഉണ്ടായിരുന്നു ഷോപ്പിങ്ങിന്റെ ശൈത്യം. അവർ പറയുന്നത് ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് 200 രൂപയ്ക്ക് കമ്മൽ വാങ്ങിച്ചു. പക്ഷെ എന്തായാലും നമുക്കൊരു സന്തോഷം, ബാർഗെയിൻ ചെയ്തത് എത്ര അടിപൊളി. അതെ, ശൈത്യക്ക് എഡിറ്റ് ചെയ്യണം, ഇപ്പൊ എന്നെ ഒഴിവാക്കണം. ചെയ്തോ ഞങ്ങൾ ഞാൻ ഡിന്നർ കാണിച്ചോളാം. ഞങ്ങൾ അത്ര ഫുഡി അല്ല കേട്ടോ, അതാണ് ഞങ്ങൾക്ക് അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല. പക്ഷെ സാബുമാനും ഇപ്പൊ സാബുമാനും പ്രവീൺ ഏതായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. ശൈത്യ ഞങ്ങളുടെ റീല്, ഞങ്ങൾ 4 കൂടെ എടുത്ത റീല് പേജിൽ ഇപ്പൊ ഇതിനോടൊക്കെ വന്ന് കാണും. എഡിറ്റ് ചെയ്തോ? വരും. അല്ല, ഈ വ്ലോഗ് എന്തായാലും അപ്ലോഡ് ആവുമ്പോൾ 1 മില്യൺ അടിക്കാൻ പോകുന്ന റീലാണ്. അതെ. ഞങ്ങൾ മൂന്നാർ പോയപ്പോ ഇതുപോലെ എടുത്തിട്ടുണ്ട് നെവിനായിട്ട്. ആ വീഡിയോസിന് ഭയങ്കര അഭിപ്രായമായിരുന്നു, എല്ലാം മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ഞാൻ അത്ര ഫുഡി അല്ലെങ്കിൽ പോലും ഈ സാബുമാനെ കണ്ട് ഇതിന്റെ പ്ലേറ്റ് ഫുൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്, എല്ലാം നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും ഇപ്പൊ എവിടുന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല. ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ നമുക്ക് ഓക്കെ ആണ് കേട്ടോ, എല്ലാം നല്ല ഫുഡാണ്. അതായത് ഭയങ്കര ലൈറ്റ് ആയിട്ടേ കഴിച്ചുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രെഡ് ആയിരുന്നു, പിന്നെ ഒരു കോഫി, അത് മാത്രമേ കുടിച്ചുള്ളൂ. ഉച്ചയ്ക്ക് നല്ല റൈസ് കിട്ടി, അത് കുട്ടി വയർ നിറച്ച് കഴിച്ചു. ഞങ്ങള് ഒരുങ്ങാൻ വേണ്ടി ലേറ്റ് ആയത് കാരണം ഇവിടെ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു, അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഹിയർ ഈസ് ദ ഡിന്നർ. സോ ഗൈസ്, എല്ലാം കഴിച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ നോക്ക്.